ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളിച്ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നു വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം നോമ്പ് കാലത്തിലൂടെ പുരോഗമിക്കുമ്പോൾ പാപം യഥാർത്ഥത്തിൽ നമുക്ക് വളരെ അപകടകരമായ ഒന്നാണെന്നും സ്നേഹവും കാരുണ്യവും സ്വീകരിക്കാൻ നാം നമ്മെ തന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ തിരുവെഴുത്തുകൾ വഴി നമ്മെയെല്ലാം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടും അവൻ്റെ സ്നേഹത്തോടും സത്യത്തോടുമുള്ള നമ്മുടെ മത്സരവും അനുസരണക്കേടും മൂലം നാം വിധിക്കപ്പെട്ട നമ്മുടെ നാശത്തിൻ്റെയും തകർച്ചയുടെയും വിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ അനുസരണക്കേടും കർത്താവിനെ അനുഗമിക്കാൻ അവൻ്റെ പാതയിൽ വിശ്വസിക്കാനുമുള്ള വിസമ്മതവും അവൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയിൽ നിന്ന് നമ്മെ അകറ്റുകയും പാപത്തിലേക്ക് നമ്മെ നയിക്കുകയും പാപത്തിലൂടെ നാം ദുഷിക്കുകയും കളങ്കപ്പെടുകയും ചെയ്തുവെന്ന് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്. തിന്മയുടെ കറ. പാപത്തിൻ്റെ ഈ നിഷ്കളങ്കലാൽ നാം ദുഷിപ്പിക്കപ്പെടുകയും കളങ്കപ്പെടുകയും ചെയ്യുന്നിടത്തോളം കാലം തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലകളിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും വൈകുന്നതിനു മുമ്പ് നാം എപ്പോഴും ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും തേടണമെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത്. നമ്മിൽ ഓരോരുത്തരോടും എപ്പോഴും സ്നേഹവും അനുകമ്പയും കാരുണ്യവും നിറഞ്ഞ നമ്മുടെ കർത്താവ് നമുക്ക് നിരവധി അവസരങ്ങൾ വീണ്ടും വീണ്ടും നൽകിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ വഴിത്തിരിവുകളിലും അവസരങ്ങളിലും ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സ്നേഹവും ബോധപൂർവം നിരസിച്ചില്ലെങ്കിൽ ഏറ്റവും മോശമായ പാപികളെ പോലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ്റെ കരുണയിൽ നിന്നും ദയയിൽ നിന്നും അവരുടെ നിരവധി പാപങ്ങൾക്കുള്ള ക്ഷമയിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. കർത്താവിൻ്റെ പാതയിലും അവൻ്റെ നീതിയിലും കൃപയിലും നടക്കാൻ തിരഞ്ഞെടുക്കുന്നതിനോ പാപത്തിൻ്റെ പാതയിൽ നടക്കാൻ തിരഞ്ഞെടുക്കുന്നതിനോ നമ്മുടെ പ്രവർത്തനങ്ങളും പാതകളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. ദുഷ്ടതയും തിന്മയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യ വായന പാപത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നാശവും വരുത്തിവെക്കുന്നവയെ കുറിച്ചും
കർത്താവിൻ്റെ എല്ലാ ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും കാണിച്ചു തന്നു. പണ്ട് സംഭവിച്ചതുപോലെ സോദോം, ഗൊമോറ എന്നീ 2 നഗരങ്ങളുടെ ഉദാഹരണം കർത്താവ് അവതരിപ്പിച്ചു. അവ വലിയ ദുഷ്ടതയ്ക്കും പാപങ്ങൾക്കും അവർ ചെയ്ത തിന്മകൾക്കും അനുസരണക്കേടുകൾക്കും കൂടാതെ കർത്താവിനെയും അവൻ്റെ ദൂതന്മാരെയും കേൾക്കാൻ വിസമ്മതിച്ചതിന് കുപ്രസിദ്ധമായിരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള തീയുടെയും ഗന്ധകത്തിൻ്റെയും വലിയ മഴയാൽ നശിപ്പിക്കപ്പെട്ടു. ഇനി മുതൽ 2 നഗരങ്ങളും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഒരിക്കലും ജനവാസമോ ഓർമ്മിക്കപ്പെടുകയോ ചെയ്യില്ല. ആ 2 നഗരങ്ങളെ പരാമർശിച്ചും തൻ്റെ ജനം സോദോമിലെയും ഗൊമോറയിലെയും ആളുകളെ പോലെയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവ് വാസ്തവത്തിൽ അവരുടെ ജീവിത രീതിയിലും പ്രവർത്തനങ്ങളിലും അനുസരണക്കേടും ദുഷ്ടന്മാരും ആയിരുന്നുവെന്ന് എല്ലാവരുടെയും മുമ്പാകെ വ്യക്തമാക്കുകയായിരുന്നു. അവർ ചെയ്തതൊക്കെയും കർത്താവിന് തീർച്ചയായും അറിയാമായിരുന്നു. അതിനാൽ അവർ കലാപത്തിൻ്റെയും തിന്മയുടെയും പാതയിൽ തുടരുകയാണെങ്കിൽ അവരുടെ നിരവധി പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പശ്ചാത്തപിക്കാൻ വിസമ്മതിച്ചാൽ അവർ എന്ത് അനുഭവിക്കുമെന്ന് അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും അതേസമയം കർത്താവ് തൻ്റെ ജനത്തിന് തന്നിലേക്ക് മടങ്ങി വരാനുള്ള വ്യക്തമായ വഴിയും നൽകി. അവരുടെ പാപങ്ങൾ യഥാർത്ഥത്തിൽ ഭയങ്കരമാണെങ്കിലും അവൻ അവരെ തൻ്റെ സ്നേഹപൂർവമായ സാന്നിധ്യത്തിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യുമെന്ന് അവരോട് പറഞ്ഞു. അവർ തങ്ങളുടെ പാപകരമായ വഴികൾ നിരസിക്കുകയും അവരുടെ തിന്മയും ദുഷ്ടതയും ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ പരീശന്മാരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടും അവനെ ശ്രവിക്കാൻ കൂടി വന്ന ആളുകളോടും സംസാരിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നാം കേട്ടു. എന്തിന് അവർ അവരെ ശ്രദ്ധിക്കണം, എന്നാൽ അവർ ചെയ്യുന്നതിനെ പിന്തുടരരുത്. അവർ അവരുടെ വിശ്വാസം എങ്ങനെ ആചരിച്ചു, അവരുടെ പ്രവർത്തികളിൽ അവരുടെ ഭക്തിയും പ്രവർത്തനങ്ങളും എല്ലാവരുടെ മുമ്പാകെ പ്രദർശിപ്പിച്ചു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അവരെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. ഇവിടെ പ്രശ്നത്തിൻ്റെ കാതൽ കർത്താവിൻ്റെ കാലത്ത് ഫരിസയരും നിയമജ്ഞരിലും പലരും ഉന്നതരും ശക്തരുമായി പ്രവർത്തിച്ചു. തങ്ങളെക്കാൾ യോഗ്യരും കുറഞ്ഞ ഭക്തരും ആയി അവർ കണക്കാക്കുകയും പരിഗണിക്കുകയും ചെയ്ത മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്തു. ന്യായപ്രമാണം അനുസരിക്കാത്തവരെ പോലും അവർ ചെയ്തതുപോലെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ അവരുടെ അഹങ്കാരത്തിലും അത്യാഗ്രഹത്തിലും അവരിൽ പലരും ലൗകിക അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങി. അങ്ങനെ ലൗകിക ബന്ധനങ്ങളിലും അഹങ്കാരത്തിലും അന്ധരായി. അവർ തങ്ങളുടെ ഹൃദയവും മനസ്സും കർത്താവിൽ അടച്ച് അവസാനിപ്പിച്ചു. അവരുടെ തെറ്റായ വഴികളും തെറ്റായ ചിന്തകളും അവരുടെ തെറ്റായ ശ്രേഷ്ഠതയും അഭിമാനവും. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാൻ പാടില്ലാത്തത് ഇതാണ്. നമ്മൾ എത്രത്തോളം നല്ലവരാണെന്നോ ശ്രേഷ്ഠരാണെന്നോ ചിന്തിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കഠിനമാക്കുമ്പോൾ പാപത്തിൻ്റെ പാതയിലേക്ക് ആഴത്തിൽ വീഴുന്നത് എളുപ്പമാകും. പകരം നാം എല്ലായ്പ്പോഴും പാപത്തിന് ചായ്വുള്ളവരാണെന്നും കാലാകാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ദൈവത്തിൽ നിന്നുള്ള രോഗശാന്തിയും ക്ഷമയും ആവശ്യമുള്ളവരാണെന്നും മനസ്സിലാക്കി വിശ്വാസത്തിൽ കൂടുതൽ വളരുമ്പോൾ നാം എല്ലാവരും വിനയാന്വിതരാകണം. ഇവിടെയാണ് അവിടുത്തെ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിൽ വന്ന് അവനെ സമീപിക്കാനും അവനുമായി അനുരഞ്ജപ്പെടാനും നമ്മെ അനുവദിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ അർമേനിയൻ സഭ പാരമ്പര്യത്തിൽ നിന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തിടെ പ്രഖ്യാപിച്ച സഭയുടെ ഡോക്ടർമാരിൽ ഒരാളായ നരേക്കിലെ സെൻറ്റ് ഗ്രിഗറിയുടെ തിരുനാളും ഇന്ന് സഭ ആഘോഷിക്കുന്നു. നാരേക്കിലെ വിശുദ്ധ ഗ്രിഗറി അന്നത്തെ വാസ്പുരകൻ രാജ്യത്തിലാണ് താമസിച്ചിരുന്നത്.
അവിടെ അദ്ദേഹം ഒരു പ്രാദേശിക ബിഷപ്പിൻ്റെ മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ചാൾസിഡോണിയൻ വിശ്വാസങ്ങളോടും വഴികളോടും ചേർന്ന് നിൽക്കുന്നതായി സംശയിച്ചിരുന്നു. അതാണ് ഞങ്ങൾ ഇന്ന് കത്തോലിക്കരും അതുപോലെ തന്നെ മറ്റു പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. എന്നാൽ അക്കാലത്ത് അർമേനിയൻ സഭ ചില പ്രശ്നങ്ങൾ കാരണം ചാൾസിഡോണിലെ എക്യുമെനിൽ കൗൺസിലിൽ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. കൗൺസിലിൻ്റെ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കലുകളും അവരുടെ വിശ്വാസങ്ങൾക്കുമായി പൊരുത്തപ്പെടുന്നില്ല. അതുപോലെ സെൻറ്റ് ഗ്രിഗറി ഓഫ് നരേക്കിൻ്റെ പിതാവ് ബഹിഷ്കരിക്കപ്പെട്ടു. കൂടാതെ തൻ്റെ വിശ്വാസങ്ങളെയും സംശയിക്കുന്നവരെ നേരിട്ടു. തൻ്റെ പിതാവിൻ്റെ അതേ പിഴവുകളുണ്ടെന്ന് സംശയിക്കുന്നവരെ നരേക്കിലെ സെൻറ്റ് ഗ്രിഗറി തന്നെ നേരിട്ടു. എന്നിരുന്നാലും ആ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും നരേക്കിലെ വിശുദ്ധ ഗ്രിഗറി ഒരു മതപരമായ കുടുംബത്തിൽ വളർന്നു. ദൈവഭക്തനും വിശ്വസ്തനുമായി വളർന്നു. ഒടുവിൽ ഒരു പുരോഹിതനും സന്യാസിയും ആകാനുള്ള വിളി ഏറ്റെടുത്തു. അവൻ യഥാർത്ഥത്തിൽ എളിമയും ഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഭൗതികമായി വളരെ ശോഭിക്കുകയും തൻ്റെ പ്രസിദ്ധമായ വിലാപഗ്രന്ഥം പോലുള്ള വിപുലമായ കൃതികൾ രചിക്കുകയും ചെയ്തു. മറ്റ് സന്യാസിമാരെയും കർത്താവിനെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരെയും പഠിപ്പിക്കാൻ അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചു. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതുവരെ പ്രാർത്ഥനയുടെയും ഏകാന്തതയുടെയും ജീവിതത്തിനായി സ്വയം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ എളിമയുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നിട്ടും വിശുദ്ധ ഗ്രിഗറി ഓഫ് നരേക്കിൽ കാണിച്ച മഹത്തായ വിശ്വാസവും പ്രതിബദ്ധതയും അസംഖ്യം ആത്മാക്കളെ ദൈവത്തിൽ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അനേകർക്ക് പ്രചോദനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും നവീകരിക്കപ്പെട്ട ഹൃദയത്തോടും മനസ്സോടും കൂടി ക്ഷമിക്കപ്പെടാനും അവനുമായി അനുരഞ്ജനപ്പെടാനുമുള്ള ശക്തവും യഥാർത്ഥവുമായ ആഗ്രഹത്തോടെ അനുതപിക്കാനും നമ്മുടെ അനേകം പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും പിന്തിരിയാനുമുള്ള ശക്തമായ ആഗ്രഹത്തോടെ കർത്താവിനെ അന്വേഷിക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷമയും കാരുണ്യവും തേടാം. നമ്മുടെ ജീവിതം ഇനി മുതൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് യോഗ്യമായി തീരുന്നതിന് പരമാവധി ശ്രമിക്കാം. നരേക്കിലെ വിശുദ്ധ ഗ്രിഗറി കാണിച്ച ജീവിതത്തിലും വിശ്വാസത്തിലും നമുക്ക് പ്രചോദനം ലഭിക്കും. ഞങ്ങളെ ദൈവം എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.